സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എല്ലാ കാര്യങ്ങളെയും ക്ഷമയോടെ കാത്തിരിക്കാം. ജീവിത വിജയത്തിനായിട്ട് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. പണ്ട് നമുക്ക് ഒരു വിളക്ക് പോലും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതായത് ലൈറ്റോ ഇതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിലും നമ്മൾ റാന്തൽ വിളക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് തിരി മങ്ങാതെ ഓരോ തുള്ളിയും വറ്റുന്നതിനനുസരിച്ച് ഒഴിച്ചൊഴിച്ച് നമ്മൾ കത്തിച്ചുകൊണ്ടിരുന്നു. കത്തിച്ച് നമ്മളിൽ പലരും അന്ന് പഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള പലരും മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തിയൊലിച്ചൊഴുകുന്ന വീടിനുള്ളിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട്. ഒരു യൂണിഫോം മാത്രമുണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിട്ടുണ്ട്. അത് മറച്ചിട്ട് നമ്മൾ ഒരു ദിവസം തിരിച്ചിട്ടും പിന്നീട് മറച്ചിട്ടും നമ്മൾ ഉപയോഗിച്ച കാലം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നത്. അന്നത്തെ കാലം പക്ഷേ വളരെ മനോഹരമായിരുന്നു. പരസ്പരം അറിയുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, കൂട്ടുകൂടുമായിരുന്നു, ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിരുന്ന് ദൂരദർശനിൽ സിനിമ കാണും. എല്ലാവരും കൂടിയിരുന്ന് സിനിമ കാണുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ ഇപ്പോൾ ഉള്ള ആധുനിക സജ്ജീകരണങ്ങളുള്ള AI പോലെയുള്ള കാര്യങ്ങൾ വരെ ഉണ്ടായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ വന്ന വഴികളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുമ്പോൾ അവർക്ക് നമ്മൾ ചവിട്ടി വന്ന കനൽ വഴികളെ അവരറിയണം. നമ്മൾ ജീവിച്ച പാഠങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ എത്രയോ ക്ഷമയോടെ ആണെന്ന് പഠിച്ചിരുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പോലുമുള്ള ക്ഷമയില്ല. പുസ്തകം മറിച്ചു നോക്കാനുള്ള ക്ഷമയില്ല. എല്ലാം നമ്മളുടെ ഫോണിലും വാട്സപ്പിൽ കൂടെയും ഒക്കെ വന്ന് അവർക്ക് കിട്ടും. അതാണ് ക്ഷമയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മാത്രമേ, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രമേ നമുക്ക് തുടർച്ചയായ ജീവിതവും തുടർന്ന് വരുന്ന ജീവിത സാഹചര്യങ്ങളെയും അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ക്ഷമയുണ്ടാവാൻ, ക്ഷമയോടെ കാത്തിരിക്കാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഒക്കെ, നമ്മുടെ മനസ്സിൻ്റെ മുറിവുണങ്ങാൻ ക്ഷമയുണ്ടാവാൻ ദൈവം കൃപ തരട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഓൾ.